വീട്ടിൽ കയറി കഴുത്തിൽ കത്തിവെച്ച് വയോധികയുടെ സ്വർണം കവർന്നു. കണ്ണൂർ അന്നൂർ കൊരവയലിലാണ് സംഭവം. 66-കാരിയായ സാവിത്രിയുടെ 2.25 പവന്റെ മാലയും കമ്മലുമാണ് കവർന്നത്. കോളിംഗ് ബെൽ അടിച്ച് വാതിൽ തുറന്നപ്പോഴായിരുന്നു മോഷണം. തുടർന്ന് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. രാവിലെ 10:30-ഓടെയാണ് സംഭവം. മിഥുൻ പിള്ള ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തുറന്നു വാതിലിന്റെ വല്ലെടുത്ത് ഒന്നപാട് ഓന് ഉള്ളിൽ കയറിയിട്ട് വാതിലെടുത്ത് എന്റെ തൊണ്ടിയിൽ കൈയിട്ടിരുന്ന വാട് തൊണ്ടി കൈയിട്ടിട്ട് പിന്നെ വിടുന്നില്ല. തൊണ്ടി കൈയിട്ട് വിടണ്ടേ എന്നാ പാട് കത്തി കണ്ടിട്ട് പറഞ്ഞു മുന്തി എങ്ങനെ കൊല്ലുന്നു എന്നാ പാട് അവിടെ ഉന്തിയിട്ടു അല്ല ഉന്തിയിട്ടിട്ട് വാതിൽ മാലയും പറിച്ചിട്ട് പോയി. ഉന്തിയിട്ട് മുന്തി എങ്ങനെ കൊല്ലും പറഞ്ഞു. വീട്ടിൽ കയറി കഴുത്തിൽ കത്തിവെച്ച് വയോധികയുടെ സ്വർണം കവർന്നു എന്നാണ് പരാതി. കണ്ണൂർ അന്നൂർ കൊരവയലിലാണ് സംഭവം ഉണ്ടായത്. 66-കാരിയായ സാവിത്രിയുടെ 2.25 പവന്റെ മാലയും കമ്മലുമാണ് കവർന്നത്. കോളിംഗ് ബെൽ അടിച്ച് വാതിൽ തുറന്നപ്പോഴായിരുന്നു മോഷണമെന്നും തുടർന്ന് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത്. രാവിലെ 10:30-ഓടെയാണ് സംഭവമുണ്ടായത്. മിഥുൻ പിള്ള ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെ 10:30-ഓടെയായിരുന്നു നാടിനെ ഞെട്ടിച്ച ഈ ഒരു മോഷണം നടന്നത്. പയ്യന്നൂർ അന്നൂർ സ്വദേശിയായ സാവിത്രിക്കാണ് ഇത്തരമൊരു ദുരവസ്ഥ നേരിടുന്ന സാഹചര്യം ഉണ്ടായത്. ഇവരുടെ ഭർത്താവ് വർക്ക്ഷോപ്പിലേക്ക് ജോലിക്ക് പോയതായിരുന്നു. ഈ സാവിത്രി തനിച്ചാണ് വീട്ടിലുണ്ടായിരുന്നത്. ഈ സമയത്ത് അടുക്കളയിൽ ജോലിക്കിടെ വീടിന്റെ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടാണ് വാതിൽ തുറന്നത്. ആ സമയത്ത് തന്നെ ഈ മോഷ്ടാവ് അതിക്രമിച്ച് വീട്ടിനുള്ളിലേക്ക് കയറുകയും പെട്ടെന്ന് തന്നെ വീടിന്റെ വാതിൽ അടയ്ക്കുകയുമായിരുന്നു. തുടർന്ന് ഈ വീട്ടമ്മയുടെ കഴുത്തിന് കത്തിവെച്ച ശേഷം കഴുത്തിൽ ഉണ്ടായിരുന്ന മാലയും കമ്മലും അവർ ഈ മോഷ്ടാവ് ഊരി വാങ്ങുകയായിരുന്നു. ഇതിനുശേഷം അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. തുടർന്ന് ഈ സാവിത്രിയെ തള്ളിയിട്ട ശേഷമാണ് ഓടി രക്ഷപ്പെട്ടത്. ഈ വീഴ്ചയുടെ ആഘാതത്തിൽ സാവിത്രിക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. ഈ പരിക്ക് പറ്റിയ സാവിത്രി നിലവിളിക്കുന്നത് കേട്ട നാട്ടുകാരാണ് ഓടി വരികയും സംഭവം അവരറിയുകയും ചെയ്തത്. തുടർന്ന് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ഈ സാവിത്രിയുടെ കഴുത്തിന് വെച്ച കത്തി അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പ്രതിക്കായുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് ദേവിക. ശരി മിഥുൻ.